പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഈശോയെ, അയോഗ്യനാണെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നു. എൻ്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നീ നൽകി. നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നന്ദി അർപ്പിക്കാൻ ലഭിക്കുന്ന ഈ അവസരം എത്ര വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ഈ കൃപയുടെ സമയത്ത് നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഇന്നേ ദിവസം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവർ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്ക് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയല്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണിത്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ സന്നിധിയെ നന്ദി പറയുവാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും ഈ ഒരു സമരിയാക്കാരൻ്റെ ചിത്രമായിരിക്കാം. 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അതിൽ ഒരുവന് മാത്രമാണ് ആ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുക. ഇവിടെ യേശുവിനെ കാണുന്ന ആ ഒരു അവസരത്തിൽ 10 പേരും ഒരുപോലെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കാര്യം, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന ആ 10 പേർ ഒരേപോലെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. പ്രത്യേകിച്ച് കുഷ്ഠരോഗമെന്ന ആ ഒരു രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിൻ്റെ വേദനയുണ്ട്. ഈ രോഗത്തിന് യാതൊരു മരുന്നുമില്ല എന്നുള്ള വിഷമമുണ്ട്. അതുപോലെ ശാരീരികവും മാനസികവുമായ ആ ഒരു വിഷമതകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഒറ്റപ്പെടലും അവർ അനുഭവിച്ചിരുന്നു. അവർ 10 പേരുണ്ട്, പക്ഷേ 10 പേര് ഒരുമിച്ച് കൂടുവാനുള്ള ഒരേ ഒരു കാരണം അവർ ഒറ്റപ്പെടൽ അനുഭവിച്ചവരായിരുന്നു. സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ടവർ തങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വിഷമിച്ചപ്പോൾ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിനെക്കുറിച്ച് അവർ കൂടുതലായി അറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യേശുവിൻ്റെ നാമം ആ നിമിഷം തന്നെ അവിടെയെല്ലാം എത്തിയിരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, പിശാച് ബാധയെ പോലും മോചിപ്പിക്കുന്നവൻ, ഫരിസേയർക്കും നിയമജ്ഞർക്കുമെതിരെ എപ്പോഴും സ്വരമുയർത്തി പറയുന്നവൻ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ 10 കുഷ്ഠരോഗികളും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന ഒരു ചോദ്യവുമായി ഇരിക്കുമ്പോൾ യേശുവിൻ്റെ നാമം അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയാണ് നൽകിയത്. യേശുവിനെ സമീപിക്കുവാൻ സാധിച്ചാൽ, യേശുവിൻ്റെ ആ ഒരു ശ്രദ്ധ ഞങ്ങളിലേക്ക് പതിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അത് പതിയെ പതിയെ അവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമായിട്ട് കടന്നു വന്നു. അതുകൊണ്ടാണ് ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും ഇടയിലേക്ക് എത്തുമ്പോൾ തങ്ങൾ കാത്തിരുന്ന ആ ഒരു വ്യക്തിയെ കണ്ട സന്തോഷത്തിൽ ഈ 10 കുഷ്ഠരോഗികളും വളരെ സ്വരമുയർത്തിക്കൊണ്ട്, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, വേണമെങ്കിൽ യേശുവിന് അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാം. കാരണം സമൂഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്.
അവരുമായി യാതൊരു തരത്തിലുള്ള സമ്പർക്കവും ആവശ്യമില്ല എന്ന സമൂഹത്തിൽ വിധിച്ചിരിക്കുന്ന ഒരവസരത്തിൽ യേശു അവരെ ഗമനിക്കാതെ മുന്നോട്ട് പോയാലും ആരും യേശുവിനെ കുറ്റം പറയാനുള്ള സാധ്യതയില്ല. കാരണം അവരെക്കുറിച്ച് പൊതുവെ കിട്ടിയിരിക്കുന്ന ഒരു ഉത്തരവ് അതുതന്നെയാണ്. കുഷ്ഠരോഗം ബാധിച്ചവർക്ക് സമൂഹവുമായി യാതൊരു ബന്ധവുമില്ല. ആ നിയമമനുസരിച്ച് യേശുവിനും മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ ഉപരിയായി യേശുവിന് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ളവരുടെ കണ്ണുകളിൽ അവർ വെറും കുഷ്ഠരോഗികളായിരിക്കാം, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവർക്ക് കാണുവാൻ സാധിക്കില്ല. അതേസമയം യേശുവിനെ സംബന്ധിച്ച് ആ 10 കുഷ്ഠരോഗികളെ മനസ്സുകൂടി വായിക്കുവാനുള്ള ശക്തി അവനുണ്ടായിരുന്നു. എങ്കിലും അവിടുത്തെ നിയമത്തെ മാനിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് യേശുവിനും തോന്നി. അവർക്കൊത്തിരിയേറെ ആഗ്രഹമുണ്ട്, സുഖം പ്രാപിക്കണം. അവരെ അടുത്തേക്ക് വിളിച്ച് യേശുവിന് വേണമെങ്കിൽ സുഖപ്പെടുത്താമായിരുന്നു. പക്ഷേ ആ നാട്ടിലെ നിയമം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് യേശു പരിശ്രമിക്കുന്നത്. ആ നിയമം ലംഘിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. യേശു പൊതുവെ ഒരിക്കലും നിയമത്തിനെതിരെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. നിയമവും അനുഷ്ഠാനവുമെല്ലാം യേശുവിനും ഏറെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ അത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒന്നായി മാറുമ്പോൾ മാത്രമാണ് യേശു അതിനെതിരെ പ്രതികരിച്ചത് എന്ന സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഫരിസേയരോടും നിയമജ്ഞരോടും വളരെ കർക്കശമായ രീതിയിൽ അവൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അവർക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണമായിട്ട് മാറുന്നതും ഈ നിയമങ്ങളെ അവർ വളച്ചൊടിച്ചു. അത് ജനങ്ങൾക്ക് ഭാരമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നതിനും ആ നിയമം തന്നെ അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ആ കുഷ്ഠരോഗികളുടെ അടുത്ത് ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ യേശു അവരോട് പറയുന്ന ഒരു കാര്യം, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. അവരെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തിയില്ല. പക്ഷേ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. ഒരു പക്ഷേ അതൊരു പരീക്ഷണമായിട്ട് നമുക്ക് തോന്നാം. കാരണം ആ 10 കുഷ്ഠരോഗികൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചുണ്ടാകാം യേശു തങ്ങളെ അവൻ്റെ അടുക്കിലേക്ക് വിളിക്കും, അവരെ കരം നീട്ടി സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തും. പക്ഷേ അതല്ല, മറിച്ച് കർത്താവ് അവരുടെ മുമ്പിൽ ഒരു പരീക്ഷണം നടത്തുകയാണ്. ആ ഒരു പരീക്ഷ അവർ പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായും അവർ രക്ഷ പ്രാപിക്കുമെന്ന് യേശുവിനറിയാം. അതുകൊണ്ട് തന്നെ മറ്റൊന്നും പറയാതെ യേശു ആ 10 കുഷ്ഠരോഗികളോടായിട്ട് പറയുന്നത്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. നിയമമനുസരിച്ച് പുരോഹിതന്മാർക്ക് തങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് എപ്പോഴാണ്? തങ്ങളുടെ ഈ രോഗം പൂർണ്ണമായും തങ്ങളിൽ നിന്ന് പോയി എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ്. തങ്ങൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകുവാൻ സാധിക്കും. കാരണം എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ സുഖം പ്രാപിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി. എന്നാൽ ഇവരെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്താതെ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പ്രിയമുള്ളവരെ, അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പോകുന്ന വഴി ഞങ്ങൾ സുഖം പ്രാപിക്കും എന്ന് അവർ വിശ്വസിച്ചാൽ മാത്രമാണ് അവർക്ക് തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ്. കാരണം ഇതുവരെ അവർ സുഖം പ്രാപിച്ചിട്ടില്ല. പക്ഷേ യേശു അവരോട് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ തീർച്ചയായും അവർ സുഖം പ്രാപിക്കും. പ്രിയമുള്ളവരെ, അവർ 10 പേരും യേശു പറഞ്ഞതനുസരിച്ച് മറ്റൊന്നും പറയാതെ തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി തിരികെ പോകുമ്പോൾ തന്നെ അവരുടെ വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒത്തിരി നാളുകളായി സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ, ഒറ്റപ്പെട്ടു പോയവർ ഇതാ സന്തോഷത്തോടെ തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം തങ്ങളോട് കൽപ്പിച്ചവൻ കർത്താവാണ്. അവനെക്കുറിച്ചാണ് ഇതുവരെയും ഞങ്ങൾ കേട്ടിട്ടുള്ളത്. തീർച്ചയായും അവൻ്റെ വാക്ക് വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് നല്ലത് മാത്രമേ നടക്കൂ. ആ ഒരു വിശ്വാസപൂർവമാണ് അവർ തിരികെ പോകുന്നത്. ആ പോകുന്ന വഴിയിൽ തന്നെ അവർ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് താൻ രോഗവിമുക്തനായി എന്നുള്ളത്. ഈ 10 പേരും തീർച്ചയായും രോഗവിമുക്തി പ്രാപിച്ചു. പക്ഷേ ഒരുവൻ മാത്രമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. തങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആ യാത്രാമധ്യേ തന്നെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവരിൽ വിജാതീയനായ ഒരു വ്യക്തി മാത്രമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവനോട് നന്ദി പറയുവാൻ പരിശ്രമിച്ചത്. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട ഉച്ചത്തെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന് അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു.
തുടർന്ന് എടുത്തു പറയുന്നത് അവനൊരു സമരിയാക്കാരനായിരുന്നു. കാരണം അത് വിജാതീയനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് എടുത്തു കാണിക്കുവാൻ വേണ്ടിയാണ് സുവിശേഷകൻ ഇവിടെ ശ്രമിക്കുന്നത്. ആ ഒരു വിജാതീയന് മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അനുഗ്രഹം കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും ആ അനുഗ്രഹത്തിന് താൻ നന്ദി പറയേണ്ടവനാണെന്ന ബോധ്യത്തിലേക്ക് കടന്നു വരാനും സാധിച്ചത്. പ്രിയമുള്ളവരെ, അവസാനത്തെ ആ വചനം, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും നമ്മുടെ മുമ്പിൽ ഒരു സംശയം, ബാക്കി 9 പേർക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പ്രിയമുള്ളവരെ, തീർച്ചയായും അവരും സുഖം പ്രാപിച്ചിരിക്കും, പക്ഷേ പൂർണ്ണമായ രക്ഷയിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും യഹൂദരെ മുൻനിർത്തിയാണ് യേശു ഈ ഒരു ഉപമ പറയുന്നത്. കാരണം യഹൂദരുടെ പൊതുവെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷ തങ്ങളുടെ അവകാശമാണ്. ദൈവം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ ഏത് വിധേനയും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് യഹൂദർ. അതുകൊണ്ട് തന്നെ ആ ഒരു അഹങ്കാരം പലപ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് അവരെ തളർത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരില്ല. യഹൂദർക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. അവർ വന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞില്ല. അവൻ പ്രദാനം ചെയ്ത രക്ഷ സ്വീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ തങ്ങളിൽ തന്നെ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു. കാരണം തങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ആ ഒരു അവകാശവാദവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഈ സമരിയാക്കാരനെ പോലെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. താൻ രോഗവിമുക്തനായി എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം തന്നെ അവൻ തിരികെ പോരുമ്പോൾ ആദ്യം ചെയ്തത് അവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ ഇത് നൽകിയത് ദൈവമാണ് എന്ന ബോധ്യത്തിലേക്ക് അവന് കടന്നു വരുവാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം പ്രവർത്തിച്ചത് ദൈവമാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ അവന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധി നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആ നിമിഷം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിക്കണം. എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും പിറകിൽ ദൈവത്തിൻ്റെ കൈയുണ്ട് എന്ന് തിരിച്ചറിയുക. ആ കരം പിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ കൃപയിലൂടെ രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കൂ എന്ന് തിരിച്ചറിയുക. ആ വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവും അതുതന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഗ്രഹം കടന്നു വന്നത് അത് ദൈവനിമിത്തമാണ്. അതിനാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ അവൻ്റെ വിശ്വാസം അവനെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് കടന്നു വന്ന് പ്രവർത്തിച്ചത്? കർത്താവിൻ്റെ ഓരോ അനുഗ്രഹവും തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലേക്ക് തിരികെ കടന്നു വന്ന് കർത്താവെ, അങ്ങ് പ്രവർത്തിച്ച ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നായി ഏറ്റുപറയാം. കർത്താവിന് നന്ദി അർപ്പിക്കാം. തുടർന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമെന്നും നിരന്തരം അങ്ങയെ സ്തുതിച്ച് നന്ദി പറയുമെന്നും നമുക്ക് വാഗ്ദാനം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും വേദനാജനകമായ പല കാര്യങ്ങളും സംഭവിക്കാമെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിൽ ഏറ്റെടുക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.